ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇന്ന് നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു ഡിസൈനിൽ വരുന്ന ബ്രൂച്ചാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിത് ഇത്രയും ലെങ്ത്തിലാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. എൻ്റെ കയ്യിൻ്റെ ഒരു സൈസിലാണ് ഈ ഒരു ബ്രൂച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് വലിയവർക്കും കൊച്ചു പിള്ളേർക്കും ഒരുപോലെ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ വീട്ടിൽ ഇതുപോലെ 2 കളേഴ്സിൽ വരുന്ന ബീഡ്സും കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സും ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക കേട്ടോ. എന്നാലേ ഞാൻ അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ എന്തൊക്കെ മെറ്റീരിയൽസാണ് ഇതിനായിട്ട് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിനായിട്ട് വേണ്ടത് 2 സൈസിൽ വരുന്ന ഗിയർ വയറാണ് കേട്ടോ. ഒന്ന് 3ഉം ഒന്ന് 4ഉം ആണ്. ഞാനിവിടെ സിൽവർ കളറിലാണ് എടുത്തിരിക്കുന്നത്. അടുത്തതായിട്ട് ഇതിലേറ്റവും മെയിനായിട്ട് വരുന്ന ഫ്ലവേഴ്സാണ് കേട്ടോ. ഇതൊരു വൈറ്റ് ഷെയ്ഡിലാണ് വരുന്നത്. ഇതൊരു മീഡിയം സൈസാണ്. പിന്നെ അടുത്തതായിട്ട് വേണ്ടത് സ്കൈ ബ്ലൂ കളറിൽ വരുന്ന ബീഡ്സ് ആണ് കേട്ടോ. ഇത് ഒരു പാക്കറ്റൊക്കെ നമുക്ക് മതിയാവും ഒരു ബ്രൂച്ച് ടയറൊക്കെ ചെയ്യാനായിട്ട്. പിന്നെ വേണ്ടത് ഗോൾഡൻ കളറിൽ വരുന്ന കുഞ്ഞു കുഞ്ഞു ബീഡ്സ് ആണ് കേട്ടോ. ഇതെല്ലാം നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ബ്രൂച്ച് ഉണ്ടാക്കാനുള്ള പാർട്ടുകൾ ഉണ്ടാക്കാൻ പോവുകയാണേ. അതിനായിട്ട് 3mm ഗിയർ വയറാണ് കേട്ടോ എടുക്കുന്നത്. അത് ഇതുപോലെ അത്യാവശ്യം ലെങ്ത്തിലെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി ഈ ഒരു കമ്പിയിൽ 3 സ്കൈ ബ്ലൂ അതുപോലെ 2 ഗോൾഡൻ ബീഡ് ഇതുപോലെ കലർത്തിയിട്ട് കോർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ സ്കൈ ബ്ലൂ തന്നെ വേണമെന്നില്ല, വേറെ ഏതെങ്കിലും കളേഴ്സിലുള്ള ബീഡ്സ് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ആക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ തൊട്ട് സൈഡിലും ഇതുപോലെ പുറത്ത് കൊടുത്തിട്ട് പിരിച്ചു കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി അതിൻ്റെ തൊട്ട് സൈഡിലായിട്ടുള്ള ഈ ഒരു കമ്പിയിൽ വീണ്ടും നമ്മൾ അതേ ഓർഡറിൽ തന്നെ ബീഡ്സ് കോർത്തതിന് ശേഷം നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. വളരെ പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇനി അതിൻ്റെ തൊട്ട് താഴെയുള്ള 2 കമ്പികളുണ്ട്. അത് ജസ്റ്റ് ഒന്നിങ്ങനെ ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു കമ്പിയിൽ ഫസ്റ്റ് നമ്മൾ ഗോൾഡൻ ബീഡ്, ഫ്ലവർ ബീഡ്, വീണ്ടും ഒരു ബ്ലൂ ബീഡ് കൂടെ കോർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു കമ്പി ഫ്ലവർ ബീഡിൻ്റെ ഉള്ളിലൂടെ മാത്രം കോർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളുടെ പാർട്ട് ഇങ്ങനെയാണ് കിട്ടുന്നത്. സെൻറ്റർ ഭാഗത്തായിട്ട് ഈ ഒരു ഫ്ലവർ വരും. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ കിട്ടുന്നത്. ഇനി ലാസ്റ്റ് ആ 2 കമ്പികൾ ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം കമ്പി കട്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ ഇതേ നമ്മളുടെ ഫ്ലവർ ബീഡ് വെച്ചിട്ടുള്ള പാർട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കുറച്ചധികം നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ ഈ കാണുന്നത്. ഇനി ഈ ഒരു 4mm ഗിയർ വയർ ഒരു 15 to 20 സെൻറ്റിമീറ്ററിൻ്റെ ഉള്ളിൽ ലെങ്ത്തിലെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അതിൻ്റെ അറ്റം ഇതുപോലെ വളച്ചു കൊടുത്തിട്ട് പിരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു കമ്പിയിലാണ് നമ്മൾ ഈ ഒരു ഉണ്ടാക്കി വെച്ചിട്ടുള്ള പാർട്ടുകൾ എല്ലാം താഴോട്ട് പിരിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു പാർട്ട് എടുത്തിട്ട് ആ കമ്പിയുടെ നേരെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് പിരിച്ചു കൊടുക്കുക. ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് സൈഡിലോട്ടായിട്ട് ഈ ഒരു പാർട്ടും കൂടെ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അതും നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോ പാർട്ടുകൾ ഈ ഒരു കമ്പിയിൽ പിരിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളുടെ വീട് വരുന്നത് റോഡ് സൈഡിലാണ് കേട്ടോ. ഏത് നേരവും വണ്ടിയും ബഹളമൊക്കെയാണ്. ചിലപ്പം വോയിസ് ഇടുന്ന സമയത്താണ് ഹോൺ അടിക്കുന്ന സൗണ്ടൊക്കെ കേൾക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് നിർത്തി വയ്ക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും തുടങ്ങും. അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ നമ്മളുടെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല, എൻ്റെ എനിക്കൊരു മോനാണ്. മോനെ സ്കൂളിൽ പറഞ്ഞയച്ച് വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു ബ്രൂച്ച് ടയറൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇരിക്കുന്നത്. പിന്നെ ഈവനിങ്ങിൽ അവൻ വരും. വന്നു കഴിഞ്ഞാൽ ഈ വർക്കൊന്നും നടക്കില്ല. അപ്പോൾ അവൻ എപ്പോഴാണോ സ്കൂളിൽ പോകുന്നത് ആ സമയത്തായിരിക്കും ഞാൻ കൂടുതലും ഈ ഒരു വർക്ക് ചെയ്യുന്നത്, ഓർഡർ എടുക്കുന്നത്. അങ്ങനെയൊക്കെ മെറ്റീരിയൽസ് ചോദിച്ചിട്ട് ഒത്തിരി പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ടാവും, കുറേ പെൻഡിങ്ങിൽ കിടക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മളതൊക്കെ ചെയ്യുന്നത് ഈ ഒരു ടൈമിലാണ്. 10 to 11-11:30 വരെ. മോൻ 10 മണിക്കാണ് മോൻ പോകുന്നത്. 10 മണിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ 11:30 വരെ വീട്ടിലത്തെ ജോലി. അത് കഴിഞ്ഞാൽ നമ്മൾ ഇതിലോട്ടിരിക്കുകയാണ്. പിന്നെ ഒരു 3 മണി വരെയൊക്കെ ഞാൻ ഇതിലോട്ടിരിക്കും. 4 മണിക്ക് മോൻ വന്നു കഴിഞ്ഞാൽ പിന്നെ സമയമില്ല. അവനെ ഇത് കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ അടുത്ത് കളിക്കാനൊക്കെ തോന്നും. അപ്പോൾ ഞാൻ അവനെ കാണിക്കാറില്ല ഈ ഒരു ഐറ്റംസ് ഒന്നും. അപ്പോൾ നമ്മൾ ഈ പാർട്ടുകളൊക്കെ ചുറ്റി കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് വരുന്ന ഈ ഒരു കമ്പി ഉണ്ടല്ലോ,
വളച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ചുറ്റി ചുറ്റി കൊടുക്കുകയാണ്. നമ്മളുടെ കയ്യിൽ കുത്താത്ത രീതിയിൽ എങ്ങനെ നമുക്കത് ചുറ്റി കൊടുക്കാം അതുപോലെ നമ്മൾ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മളുടെ ബ്രൂച്ച് റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മളുടെ വീട്ടിൽ ഓൾറെഡി ഉള്ള 2 ടൈപ്പ് ബീഡ്സ് വെച്ചിട്ട് നമുക്കിതുപോലെ ചെയ്യാം. ഈ ഒരു കളറിലുള്ള ബീഡ്സ് തന്നെ വേണമെന്നില്ല, നമ്മുടെ കയ്യിൽ ഏതാണോ കളറുള്ളത് അത് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഫ്ലവേഴ്സ് നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. ഫ്ലവേഴ്സ് മാത്രമല്ല എല്ലാ മെറ്റീരിയൽസും എൻ്റെ ചാനലിൽ കയറി നോക്കിയാൽ ഒരുപാട് മോഡലിലുള്ള ബ്രൂച്ച് ടയറൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു മോഡലിൽ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മെറ്റീരിയൽസ് നമ്മുടെ കയ്യിലുണ്ട്. ആവശ്യമുള്ളവർ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഡിസൈന് നമ്മൾ റാ ഷേപ്പിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നമ്മൾ മയിൽ പീലി വിടർത്തി നിൽക്കുന്ന പോലെ ഇരിക്കും അല്ലേ, കണ്ടില്ലേ എന്ത് ഭംഗിയാണല്ലേ കാണാൻ. ഇത് നേരിട്ട് കാണാനാണ് കേട്ടോ ഒന്നും കൂടെ ഭംഗി. അപ്പോൾ എല്ലാവരും ഈ ഒരു ബ്രൂച്ചൊക്കെ ചെയ്ത് നോക്കുക. ഇതുവരെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ.